ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലാനിടയായി. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ എന്ന അൻസ്വാരിയായ ഒരു സ്വഹാബി വര്യൻ, സാധാരണ നിസ്കാരത്തിന് ആളുകൾ കൂടുന്ന സമയമല്ലാത്ത ആ നേരത്ത് ഖിന്നനായി ദുഃഖിതനായി ഒറ്റയ്ക്കിരുന്നവിടെ ദുആ ചെയ്യുകയാണ്. ചേർത്തു പിടിച്ചു. നമ്മളിങ്ങനെ വേദനിക്കുമ്പോ, വേദന കൊണ്ട് നമ്മളിങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുമ്പോ ഒരു താങ്ങുണ്ടാവുക, തണലുണ്ടാവുക, നല്ല ഒരു വാക്ക് ലഭിക്കുക എത്ര സുന്ദരമാണ്. അയാളെ ചേർത്തു പിടിച്ചു ചോദിച്ചു, എന്താണ് പറ്റിയത് അബാ ഉമാമ? പറഞ്ഞു, ഹുമൂമുൽ ലസിമത്തിനി വദുയൂൻ യാ റസൂലല്ലാഹ്. ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, കടബാധ്യതയുണ്ട് റസൂലേ, എപ്പോഴും ടെൻഷനാണ് നബിയെ, എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ഈ പള്ളിയിൽ ഇങ്ങനെ ഇഅ്തികാഫിന്റെ നിയ്യത്തിലായിട്ട് അല്ലാഹുവിനെ ആലോചിച്ചിരിക്കുമ്പോ മനസ്സിനൊരു സമാധാനമാ. അപ്പോ ആ നേതാവ് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. കടബാധ്യതയാണോ നിന്റെ പ്രശ്നം? എപ്പോഴും ടെൻഷനാണെന്നതാണോ നിങ്ങളുടെ വ്യാകുലത? പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാനൊരു വാചകം പഠിപ്പിച്ചു തരാം, ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം. അത് പ്രഭാത പ്രദോഷ വേളകളിൽ ഒരു ദിക്റായി ദുആ ആയി നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ ടെൻഷൻ മാറ്റിത്തരും, ഉറപ്പാണ്. നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹു നീക്കിത്തരും, കടബാധ്യത വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. ഇത് മനുഷ്യർക്ക് വലിയൊരു ആശ്വാസമല്ലേ? നമ്മുടെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന്റെ താക്കോലുണ്ട്, നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, മോനെ നീ എന്നും പറഞ്ഞോളൂ, ദുആ ചെയ്തോളൂ, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. പടച്ചോനേ, ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി, ടെൻഷനുകളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ആലസ്യവും മടിയും പിടികൂടുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. വഅഊദു ബിക മിനൽ ജുബ്നി, ഭീരുത്വം ബാധിക്കുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു തമ്പുരാനെ. വൽ ബുഖൽ, ലുബ്ധതയിൽ നിന്ന് കാവൽ തേടുന്നു അല്ലാഹ്. വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ, കടം കുന്നുകൂടുന്ന അവസ്ഥയിൽ നിന്ന്, കടം കുന്നുകൂടുന്ന അവസ്ഥയിൽ നിന്ന്. ഇന്ന് നമുക്ക് സോഷ്യൽ പ്രഷറുകൾ ധാരാളമുണ്ട്, ഒരുപാട് മാമൂലുകൾ നമുക്കിടയിൽ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാര് പോലും ഒരു വിവാഹത്തെ എത്ര കെങ്കേമമായി കൊണ്ടാടാൻ നിർബന്ധിതരാകുന്നു. അഭിശപ്തമായ സംസ്കാരം, അതിലൂടെ ആളുകൾക്ക് ലോൺ എടുത്ത് ബാധ്യതകളിലൂടെ ടെൻഷനായി മാറുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതങ്ങ് ദുആ ചെയ്താൽ മതിയെന്ന് രാവിലെയും വൈകുന്നേരവും. ഈ സ്വഹാബി വര്യൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, എന്റെ നേതാവ് എനിക്ക് പറഞ്ഞു തന്ന അമൂല്യമായ ഈ ഒറ്റമൂലി ഞാൻ അങ്ങ് ഉപയോഗിച്ചു തുടങ്ങി. ഫഫഅൽതു ذلك فأذهب الله عز وجل همي وقضى عني ديني. അതോടെ എന്റെ കടം തീർന്നു, എന്റെ കടം വീട്ടാൻ പറ്റി, എന്റെ ടെൻഷനുകളെല്ലാം നീങ്ങിപ്പോയി.